CPIM പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലാ സെക്രട്ടറി IN സുരേഷ് ബാബു തുടരാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നിഖിൽ പ്രമേഷ് ചേരുകയാണ് പാലക്കാട് നിന്ന്. നിഖിൽ, പറയൂ വിവരങ്ങൾ. കഴിഞ്ഞ 3 ദിവസമായി നടന്നുവരുന്ന CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. കാര്യമായ പ്രശ്നങ്ങളില്ലാതെയാണ് ഈ ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിഭാഗീയത പലയിടങ്ങളിലായുള്ള ജില്ലയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ലാതെ ജില്ലാ സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പാർട്ടിക്ക് ഒരു നേട്ടം തന്നെയാണ്. IN സുരേഷ് ബാബു തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടറിയായി തുടരുക എന്നുള്ളതാണ് നമുക്ക് ഈ 3-ാം ദിനത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 12 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ധാരണ രൂപപ്പെടും. എന്നിരിക്കെയും IN സുരേഷ് ബാബുവിന് ഒരു ടേം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർട്ടിക്ക് മോശമല്ലാത്ത തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ആലത്തൂർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ 3-ാമതാണ് നിലവിൽ തന്നെ പാർട്ടിയുള്ളത്. അവിടെ തന്നെ 3-ാം സ്ഥാനം നിലനിർത്താനെങ്കിലും അല്പമെങ്കിലും വോട്ട് ഉയർത്താനും IN സുരേഷ് ബാബുവിന് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഡോക്ടർ P സരീൻ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടും നല്ല തരത്തിൽ പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ IN സുരേഷ് ബാബു തന്നെ CPIMന്റെ ജില്ലാ സെക്രട്ടറിയായി തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് വൈകിട്ടത്തെ പൊതുസമ്മേളനത്തിന് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയേക്കില്ല എന്നും വിവരമുണ്ട്. കാരണം നിയമസഭയിൽ ഇന്ന് 3 മണി മുതലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരുക പ്രായോഗികമാണോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. എന്നിരിക്കെയും 14,000-ഓളം റെഡ് വോളണ്ടിയർമാർ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിരിക്കും പാലക്കാട് ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള സമാപന സമ്മേളനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമ്മേളന കാലയളവിൽ NN കൃഷ്ണദാസ്, PK ശശി, AK ബാലൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ടായി. NN കൃഷ്ണദാസിനെതിരെ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള പട്ടിപ്രയോഗവും നീല ബാഗ് വിവാദവുമാണ് തിരിച്ചടിയായതെങ്കിൽ AK ബാലൻ ഡോക്ടർ P സരിനെ കുറിച്ച് സന്ദീപ് വാര്യരെ കുറിച്ച് ക്ലിസ്റ്റർ ക്ലിയർ സഖാവായിരിക്കും സന്ദീപ് എന്ന് പറഞ്ഞ പ്രസ്താവനയാണ് തിരിച്ചടിയായത്. മന്ത്രി K കൃഷ്ണൻകുട്ടിക്കെതിരെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം CPIMുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉയർന്നു. അങ്ങനെ PK ശശിയിൽ നിന്ന് KTDC ചെയർമാൻ സ്ഥാനം കൂടി എടുത്തു കളയണമെന്നുള്ള ആവശ്യം പ്രതിനിധികളിൽ നിന്ന് ഉയർന്നു. അതല്ലാതെ മറ്റ് വിവാദ വിഷയങ്ങളിലേക്കൊന്നും ഇതിനെ കാര്യമായി കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു നിഖിൽ പ്രമേഷ്.